ഇങ്ങനെ കൊല്ലരുതിട്ടാ. എന്താ വൈകിയുള്ള ഓണാഘോഷം. സോറി, ഓണാശംസകൾ. ഇന്നലെ തിരുവോണം, അപ്പൊ ഇന്നാണ് ഭക്ഷണം കഴിക്കണല്ലേ. എല്ലാവർക്കും ഓണാശംസകൾ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എങ്ങനെ ഉണ്ടായിരുന്നു ഓണൊക്കെ? അടിച്ചു പൊളിച്ചില്ലേ? പിന്നെ നബിദിനൊക്കെ കഴിഞ്ഞു. ഫുള്ള് എല്ലാരും ഓണാഘോഷിക്കില്ല. ഫുൾ ഓണാഘോഷം തന്നെ എല്ലാരും അടിച്ചു പൊളിച്ചിട്ടുണ്ടാവും. ഇപ്രാവശ്യം വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ നബിദിനും ഓണം കൂടി ഒന്നിച്ച് വന്ന്, തിരുവോണം കൂടി ഒന്നിച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും അടിച്ചു പൊളിക്കാം. പരിപാടിയൊക്കെ കഴിഞ്ഞു, റാഹത്തായി, പാട്ടാടി. സമ്മാനം കിട്ടിയിട്ടില്ല. സമ്മാനം ഞാൻ മദ്രസ തുറന്നിട്ട് കിട്ടുള്ളൂ. അത് വാങ്ങാനൊന്നും നേരല്ലേ, പൊന്നു തിരക്കുണ്ടാക്കൽ തുടങ്ങി. ഇപ്പൊ നേരെ പോന്ന്. പിന്നെ ഇന്നലത്തെ പരിപാടിക്ക് പോയിട്ടില്ല. എന്താ പറയാ, സുഖമില്ല. നീരർക്കും മേനിവേദനയും അങ്ങനെയൊക്കെ കൂടി ഒരു മുഖം തന്നെ പറയണില്ല. ക്ഷീണുണ്ട്, ഒരു സുഖമില്ല. അപ്പൊ പിന്നെ ഇന്നലെ ഞാന് എന്താണ് എന്തോന്ന് പറഞ്ഞപ്പോ വെറുതെ ഒരു വാക്ക് പറഞ്ഞേ. ഇന്നലെ ഞങ്ങളോട് പറഞ്ഞിരുന്നു, മോൾട്ടിനോടൊക്കെ പറഞ്ഞു നാളെ ഓണസദ്യ ഉണ്ടാക്കണം തന്നെ. അല്ലെ പുറത്തു പോയി തിന്നാണ് പൈസ ആണെന്ന് തോന്നാണ്ട് ആണ് ഞാൻ കൊടുന്ന രജുവിടെ ഉണ്ടാക്കി. അത് മാത്രല്ല, നമ്മള് വീട്ടിലുണ്ടാക്കുമ്പോ അതിന്റെ ഒരു കാരണം ഓക്ക് വയ്യ. അപ്പൊ ഞാൻ ലാസ്റ്റ് ഞാനും കൂടെ എനിക്കതിനുള്ളൊരു മൂടില്ല, ഉണ്ടാക്കാനൊന്നും പറ്റണില്ല. എന്തൊക്കെയോ നമുക്ക് തടി കൊണ്ട് വയ്യ. ഭയങ്കര ഊരവേദനയാണ് മെയിൻ ഇട്ടാ. ഊരവേദന മെയിനി വേദന ഫുള്ള്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കിക്കാണ്ടൊന്നൊരു മൂലൊക്കെ ഇങ്ങനെ ഇരുന്നാ മതി എന്നുള്ള ചിന്തയാണ്. പിന്നെ ഇവിടെ ഒരു നിർബന്ധം സദ്യ ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞെന്താ വെച്ചാല്, ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ വിഷമം മനസ്സിലുണ്ടെങ്കിലും ഒക്കെ ഇതാ ഉണ്ടാക്കുമ്പോൾ മാറിക്കോളും. നമ്മളെല്ലാരും കൂടി ഉണ്ടാക്കുക. ടെൻഷനൊന്നുമില്ല, മെയിൻ വെയ്യായിട്ടാണ്. വെയ്യാതായ തന്നെ നമ്മളെ ശരീരം കൊണ്ട് വയ്യാതായ ഒന്നിനും പറ്റൂല, പ്രത്യേകിച്ച് നീർക്കം വലിയ സംഭവം ഒന്നല്ലട്ടെ. ഇങ്ങനെ ശരി നമുക്കുണ്ടല്ലോ ഒരു വേദന, എന്തൊക്കെ ഇങ്ങനെ ഇരിക്കണം തോന്നുക, അങ്ങനൊക്കെ ഒരു വേദന. അല്ലാതെ വലിയ അസുഖം ഒന്നല്ലട്ടാ. ഒന്നുമില്ല, ചെറിയ നീരിറക്ക വേദന ഉള്ളു. അപ്പൊ വലിയ നമുക്ക് അസുഖം എന്ന് പറയാനൊന്നുമില്ല. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇന്ന് എന്താ വെച്ചാല് നമ്മുടെ വീട്ടില് ഞാനും കൂടിക്കോളച്ച് ഇന്നൊന്ന് സഹായിച്ചെന്നാ മതി. ഞാൻ വേറെ പിന്നെയാണ് സഹായിക്കണത്. സത്യത്തിൽ ഞാൻ വേറെ നമ്പർ ഇട്ട് അയിമലാണ് വീണത്. അല്ലല്ല, അത് എങ്ങനെ നിങ്ങൾ നമ്പർ ഇട്ടാലും എനിക്കറിയാലോ എന്താ സംഭവിക്കാന്നുള്ളത്. ഞാൻ ഉണ്ടാക്കിക്കോളാ, ഇജ്ജ് ഇവിടെ ഇവിടെ എടുത്ത് ഇരുന്നോ, ഇരുന്നാ മതി. എനിക്ക് പറ്റെങ്കില് ഞാൻ ഉണ്ടാക്കിക്കോളാം. ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിക്കോളാം, സംശയങ്ങൾ എന്നോട് ചോദിക്കോ, പറഞ്ഞു തരാം. പറഞ്ഞപ്പോഴത്തേനും ഞാൻ പറഞ്ഞു എന്താ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കാണാറിഞ്ഞേ. അപ്പൊ അവൾ എന്നോട് പറഞ്ഞേ അത് നമുക്ക് കാണാൻ, ഞാൻ ഉണ്ടാക്കേണ്ടി വരും, നമുക്ക് കാണാന്നുള്ളത്. പിന്നെ അപ്പൊ എന്തായാലും എത്ര വയ്യെങ്കിലും സാധനങ്ങളൊക്കെ കൊടുന്ന വെച്ചാൽ ആൾ ഉണ്ടാക്കും. സാധനം കൊണ്ടുവരണേ നേരെ സാധനം ഇട്ടിട്ട് വരുന്നേ. എന്നിട്ട് ആളുണ്ടാക്കണൊന്നുമില്ലട്ടാ, ഞാൻ വന്ന് അരിഞ്ഞ്. അപ്പൊ പിന്നെ എല്ലാം സംഭവിച്ച നേരെ തിരിച്ചാണ്. ഞാൻ ഉണ്ടാക്കണേ, ഞാൻ ഹെൽപ്പറും അവള് ഹെൽപ്പറായി മാറി. ഞാൻ മെയിൻ ആയിക്കോളാ അറിഞ്ഞാണ് എന്നെ മയക്കിയത്. ഞാൻ മയങ്ങിട്ടൊന്നുമില്ല, എനിക്ക് അതിന് തന്നെ അറിയാം. മെയിൻ ഞാൻ അതാണ് ഒരാഗ്രഹല്ലേ. അപ്പൊ എനിക്ക് കുറച്ച് സൈഡ് ഇങ്ങനെ കാണുമ്പോ എനിക്ക് പോതിണ്ട്. സ്കൂളിൽ നിന്ന് തിന്നക്കണ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ഒന്നും കൂടി കഴിക്കണം എന്നുണ്ടായിരുന്നിട്ടോ സദ്യ. സ്കൂളത്തെ സദ്യ മെയിൻ ആണ്. ഇതൊന്നും അതിന്റെ ഒപ്പം എത്തൂല. അത്രക്കും ടേസ്റ്റ് ചെയ്യുന്ന സ്കൂളത്തെ. അതിന്റെ അത്ര വിഭവങ്ങളൊന്നും ഇല്ല. ചെറിയൊരു കുഞ്ഞ് സദ്യ ഉണ്ടാക്കാൻ വിചാരിച്ച്. ഓണാഘോഷം അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല, സദ്യന്റെ പൂതിക്കണം. അല്ലാതെ ഓണാഘോഷിക്കുക എന്നല്ല. ഇപ്പൊ എന്താ മത്സരങ്ങളും ഇതൊക്കെ അല്ലേ. നമ്മളെ വീട്ടിലൊരു സദ്യ ഉണ്ടാക്കുക. പഠിത്തൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ ഓണത്തിന് അതിന്റെ ശേഷം വെണ്ണി ഉണ്ടാക്കിയെന്ന് തോന്നുന്നുണ്ട് ഒരു ദിവസം. എനിക്ക് സർപ്രൈസ് സദ്യ ഉണ്ടാക്കാൻ ഇപ്പൊ ഓണം ആണെന്നൊന്നുമില്ല, എപ്പോഴും സദ്യ എന്നല്ലേ. പിന്നെ എനിക്കൊരു ദിവസം മുമ്പ് ചെങ്കട്ടിക്ക് വാങ്ങി തന്നില്ലേ, 180. അപ്പോൾ ഞാൻ പറഞ്ഞ സംഭവം എന്താ പറയുക, സംഭവം നമുക്ക് വയ്യായി ഒക്കെ ഉണ്ടാവും. അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ നമുക്ക് വയ്യായി ഉണ്ടെങ്കിലും നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നത്തേക്ക് വെക്കരുത്. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത അതെ എല്ലാം വേണം. ഇൻഷാ അല്ലാഹ് അടുത്ത റബീഉൽ അവ്വലിന് പോണവും വേണ്ടേ. ഇൻഷാ അല്ലാഹ് അടുത്ത റബീഉൽ അവ്വലിന്റെ നബിദിനത്തിനൊക്കെ ആരൊക്കെയാണ് ഉണ്ടാവുക, നമ്മളുണ്ടാവുക, ഇവരുണ്ടാവുക ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. റാലിയിൽ ഞാൻ ശ്രദ്ധിച്ചത് ഇതിലിപ്പോ എത്ര ആൾക്കാരാണ് ഇപ്പൊ അടുത്ത നബിദിനത്തിൽ ഉണ്ടാവുക. ഒരുപാട് ആൾക്കാർ വീഡിയോയിൽ ഇങ്ങനെ പോണത്, പ്രായമായാലും പ്രായമില്ലാത്തവരും ചെറുപ്പക്കാരും എല്ലാവരും. പക്ഷെ ഇതിന് അബ്ബേ അടുത്ത പ്രാവശ്യവും എല്ലാവരും ഇതിൽ ഇങ്ങനെ കാണാൻ ഉള്ള വിധി തരണേ, എല്ലാവരും ആവശ്യത്തിന് തരണേ. കഴിഞ്ഞ റാലിയിലുള്ള ഒരുപാട് ആൾക്കാർ ഇന്നത്തെ റാലിയിലില്ല. ഒരുപാട് ആൾക്കാർ മരിച്ചു പോയി. ഞാൻ ഇപ്പൊ ഇന്നലെ ആ റാലി ഇങ്ങനെ
വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ അവള് പറഞ്ഞു പഠിച്ചോനെ ഇനിയിപ്പോ അടുത്ത റാലി കാരണം അവൾക്ക് കൂടുതൽ അറിയാൻ കഴിയും. കഴിഞ്ഞ റബീഉൽ അവ്വലിലും വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് ഇവളാണ്. അപ്പൊ അതിലില്ലാത്തവരെ ഇതിൽ വേറെ അറിയാം. ഒരുപാട് ആൾക്കാർ ഇതിലില്ല, അതിലുള്ള ആൾക്കാരില്ല. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ച് റബ്ബേ ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം ആരെയാണ് അള്ള കൊണ്ടുപോകണമെന്ന് ഒരിക്കലും ഒരു ഉറപ്പില്ല. സെക്കൻഡ് വെച്ചിട്ടാണ് ഒരു രോഗിയാളെ മുഴുവൻ വീട്ടിലിരിക്കണേ, ക്യാൻസർ രോഗിയാളെ വരെ വീട്ടിലിരിക്കണേ. പക്ഷെ ഒരു രോഗമില്ലാത്ത ആൾക്കാർ പച്ചത്തടി എല്ലാം കൊണ്ടുപോകണേ. അപ്പൊ അങ്ങനത്തെ ഒരു കാലാണ് ഇപ്പത്. ഭയങ്കര ടെൻഷൻ, ഇങ്ങനെ എഡിറ്റ് ചെയ്തപ്പോ ഭയങ്കര ടെൻഷന്. അപ്പൊ നമുക്കൊരു സദ്യ ഉണ്ടാക്കുക, നമുക്ക് പറ്റുന്നൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറ്റുന്നൊക്കെ നമ്മൾ സാധിച്ചു കൊടുക്കുക, സാധിപ്പിക്കുക. ഇനി അടുത്ത ഓണത്തിന് ഈ പറഞ്ഞ പോലെ അടുത്ത നബിദിനം പറയാൻ പറ്റൂല. അപ്പൊ ഏതായാലും അടുത്ത നബിദിനത്തിനും അടുത്ത ഓണത്തിനൊക്കെ നമുക്കെല്ലാം കൂടാനുള്ള ആരോഗ്യം ആയുസ്സും അല്ലാഹു നൽകട്ടെ. ചൈന പ്രോഡക്റ്റ് ആണ്, ഗ്യാരണ്ടി ഇല്ലാത്ത സംഭവം. എപ്പോഴാണ് വീണെന്ന് പറയാൻ പറ്റൂല. ചൈനന്റെ കളിപ്പാട്ടങ്ങൾ ഇവർ നമ്മളൊരു കളിപ്പാട്ടം മാത്രമാണ്. എപ്പോഴാണ് വീണ് പൊട്ടെന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ കഥ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഈ റബീഉൽ അവ്വൽ ഓണത്തിന് വിചാരിച്ചിട്ടൊന്നല്ലോ സദ്യ ഉണ്ടാക്കുന്നത്, ഞാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ റബീഉൽ അവ്വൽ ഓണത്തിന് നമുക്ക് ഇങ്ങോട്ടൊക്കെ പറയാനുള്ള സന്ദേശം വിദ്വേഷവും വൈരാഗ്യമൊക്കെ വിടുക, ഒന്നിച്ച് പോവുക, നമുക്ക് നല്ലത് വരട്ടെ, നല്ലൊരു നാളെ വരട്ടെ എന്ന ഒരു പ്രാർത്ഥനയുള്ളൂ. ഇപ്പം എന്താ വെച്ചാല് തെറ്റ് ചെയ്തോ ശിക്ഷിക്കപ്പെടണ. അപ്പൊ അതന്നെ വിദ്വേഷം വൈരാഗ്യമൊക്കെ വിടുക. ഇപ്പൊ പറഞ്ഞാല് തെറ്റ് ചെയ്തോനെ നല്ല ഉഷാറായിട്ട് മാന്യത ചമഞ്ഞ് നടക്കും. തെറ്റ് ചെയ്യാതെ ഒന്നിലും പെടാത്ത ആൾക്കാരില്ലേ, ഓല് ഭയങ്കര എന്താ പറയാ സമൂഹത്തില് ഏറ്റവും വിലയില്ലാത്ത ഒരാൾക്കാരായിട്ട് മാനിക്കപ്പെടുന്ന ഒരു സംഭവമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണം. അപ്പൊ വാദി പ്രതി ആവുക. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഒന്നും ദുനിയാവിന്ന് ഇനി അത് തിരുത്താൻ ആൾക്കാർ പോണില്ല. അതൊരിക്കലും നിങ്ങൾ പറയും വേണ്ട. നമ്മൾ പറയില്ല എല്ലാരും നല്ലപോലെ നടക്കണം, പക്ഷെ അത് ആരും ചെയ്യൂല. ഞാൻ പറയില്ല, ഞാൻ എന്താ അനുഭവത്തിലില്ല, പിന്നെ നമ്മള് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പൊ ഞങ്ങളെ കുഞ്ഞ് ഒരു സദ്യക്ക് വെക്കണ കണ്ടോളി. ഒന്നുമില്ല, ഞങ്ങൾ കഴിയുന്ന കുഞ്ഞൊരു സദ്യ. ഇന്ന് വീട്ടിലെല്ലാരും ഉണ്ട്, വിഭവങ്ങളൊന്നും ഇല്ല, മക്കളെല്ലാരും ഉണ്ട്, 4 മക്കളുണ്ട്. മോന് പോയാലൊന്നോ മോനൊക്കെ ഇഷ്ടമാണ് സദ്യ. പുറത്തുനിന്ന് കഴിക്കണല്ല, അമ്മ ഉണ്ടാക്കണാണ് ഇഷ്ടം. അപ്പൊ ഏതായാലും ഉണ്ടാക്കട്ടെ. അപ്പൊ എന്തൊക്കെയാ നമ്മൾ നോക്കുക. വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യണ്ട. ഞങ്ങളെ കുഞ്ഞു സദ്യ കുഞ്ഞു ഓണങ്ങളൊന്ന് കണ്ടോക്കിയും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കട്ടെ. കമന്റ് ഒന്നും നിങ്ങൾ ഇടലില്ല. ഇപ്പൊ കുറെ കമന്റ് ഇടുന്ന ആൾക്കാർ കമന്റ് ഇടലില്ല. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ ഇത് എന്തായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ തെറ്റ് എഴുതിയാലും ഞാൻ അതിൽ ലേക്കിടും. ബാഡ് കമന്റ് ഇട്ടാലും ഞാൻ അതിന് ലേക്കിടും. ഇപ്പൊ ഇന്നലത്തേലും മിഞ്ഞാത്തിലൊക്കെ എന്തൊക്കെയാണ് ഞാൻ അതിന് ലേക്കിട്ട് കൊടുത്തു. എന്താ ഇപ്പൊ മറുപടി പറഞ്ഞൊരു കാര്യമില്ല. ഓരോരുത്തരുടെ മനസ്സ് തോന്നണ എഴുതി വിടുക, അത്രേ ഉള്ളൂ. അതിലിപ്പോ നമ്മള് ഇതാവേണ്ട ആവശ്യമില്ല. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കണേ എന്തൊക്കെയാണ് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ പറഞ്ഞോ എന്തൊക്കെയാ. അപ്പൊ ഇത് അവിയലിനുള്ള പച്ചക്കറി വേവിച്ചതാണ്. ഇത് അവിയലിനുള്ള പച്ചക്കറി വേവിച്ചാണ്. അപ്പൊ അത് തേങ്ങ അരച്ച് വെക്കണം. അതെ. അതെന്താ ചോറ് ഇവിടെ വേവണുണ്ട്, മന്തിയല്ല, ചോറ് ആ ചിന്തയുള്ളൂ. പിന്നെ അതാ സാമ്പാറിനുള്ള പച്ചക്കറി വേവിച്ച് പരിപ്പും വേവിച്ച് വെച്ചിട്ട് അതിക്ക് ഇനി മസാല അരച്ചു വയ്ക്കാണ്ട്. പിന്നെ ഇത് വൻപയർ വേവിച്ച് വെച്ചതാണ്. പിന്നെ ഈ ഗ്യാസും കുറ്റി ഒന്ന് കഴിഞ്ഞോട്ടെ വിചാരിച്ചാണ് ഇപ്പൊ ധീമ വെച്ചതാണ്. രണ്ട് ടൂറൊക്കെ പോയിട്ടും കഴിഞ്ഞിട്ട് ഞാൻ ഗ്യാസും കുറ്റി. അവനിപ്പോ ഏതായാലും ഇവിടെ നിന്ന് കഴിച്ചാൽ ഫുള്ള് നിറച്ചേക്കാലോ, നടക്കും ചെയ്യാം. അതെ. ഇവിടെ മത്തൻ എന്തോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മല്ലി സാമ്പാർക്കുള്ളല്ലേ, മസാല തേങ്ങയും മുളകും ഉലുവയും ജീരകമൊക്കെ കൂടി ഇട്ടിക്കാണ്ട്. അതെ. ഇവിടെ സാമ്പാർ പൊടി വാങ്ങലില്ല, സാമ്പാർ പുറത്തുനിന്ന് വാങ്ങലില്ല. ഞാൻ സാമ്പാർ പൊടി തീരെ എനിക്ക് ഇഷ്ടമല്ല, പുറത്തത്തെ പൊടി. ഞാൻ അരച്ചുണ്ടാക്കിയാണ് ഞാൻ സാമ്പാറൊക്കെ. അപ്പൊ പിന്നെ അത് വൻപയറില്ലേ ആയിട്ട് എരിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിട്ട് മത്തന്, പിന്നെ പയറായിട്ട് ഉപ്പേരി, ചിരങ്ങയിട്ട് എന്തെങ്കിലും കാട്ടണം. എനിക്കറിയില്ല, എന്തേ ഉണ്ടാക്കണം. നല്ല മല്ലിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. കരിവേപ്പിന്റെ നമ്മളോടില്ല, നമ്മളെ അയൽവാസി നിർത്തോണ്ടല്ലോ. പിന്നെ പായസം എന്ത് പായസാ? ചെറുപ്പയർ പരിപ്പ്. ഇമ്മ ഉണ്ട് ഇവിടെ തന്നെ. പറഞ്ഞെന്താ വെച്ചാല് ഇമ്മക്ക് നമ്മള് സേമി പായസം പാലൊന്നും ഉപയോഗിച്ചേ പറ്റും. പിന്നെ തേങ്ങാപ്പാൽ വെച്ചാണ് എല്ലാവരും കൂടി ഒരേപോലത്തെ ഉണ്ടാക്കാൻ. മറ്റേ ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ ഉമ്മാക്ക് ലേശം ഗോതമ്പ് നുറുക്കിന്റെ പായസം ഉണ്ടാക്കലുണ്ട്. പിന്നെ ഇതാവുമ്പോ ഉമ്മ കൂട്ടും, തേങ്ങാപ്പാലാവുമ്പോ ഉമ്മക്ക് പാൽ ഇഷ്ടമല്ല. അപ്പൊ ഇത് ഉണ്ടാക്കാൻ വെച്ചിട്ട്. പിന്നെ മാമുക്കോയെ പറഞ്ഞ മാതിരി ഈ നല്ലൊരു ഓണായിട്ട് ചിക്കൻ ബിരിയാണി വെച്ചുകൂടായിരുന്നില്ലേ? അപ്പൊ ആ ഒരു ഓണായിട്ട്
ഇനിയിപ്പോ മുത്തോനും കുട്ടിമാൻക്കൊക്കെ സദ്യന്നറിയും. അപ്പൊ പിന്നെ ചിക്കനാണ് വെച്ചെടുത്ത പിന്നെ അയ്മാണ്ടാമരുമില്ല, ചിക്കൻ പൊരിച്ചു കൊടുത്ത എല്ലാ ചീത്താനും ചേട്ടി ഇതിമാമരും സദ്യയാണോ പച്ചക്കറിയാ അല്ലെങ്കിൽ ഇത് ചോറും മീൻ അഞ്ചെങ്കിൽ മീൻകറി മീനും പച്ചക്കറി ഇവിടെ ചെറുങ്ങനെ നീക്കലാണ്. ഇങ്ങനെ കേൾക്കാൻ അവർക്ക് താല്പര്യമില്ല. കുറച്ചിട്ടാ മതി എന്ന് പറയും. പിന്നെ അതിന്റെ പച്ചക്കറി ഒന്നും ഇഷ്ടമല്ല. പിന്നെ ടിമോനെ ഫ്രണ്ടിന്റെ വീട്ടിലൊക്കെ പോയി ഇന്നലെ സദ്യ സദ്യയൊക്കെ കഴിച്ചിരിക്കണം. അപ്പൊ ഇന്നലെ അപ്പൊ അത് വേറെ പപ്പടതാ അതേയുള്ളൂ. അപ്പൊ ഏതായാലും ബാക്കിയൊക്കെ റെഡി ആക്കിട്ട് ബാക്കി വീഡിയോ ഇപ്പൊ വരാം അല്ലേ? അച്ചാർ ഇവിടെ ഉണ്ടേന്ന് ഇവിടെ മിഞ്ഞാന്നൊരു ബിരിയാണി കിട്ടിയ അച്ചാറാണ്. അച്ചാർ ആരും കൂട്ടൂല. അതാണ് ഉള്ളോടെ ഓണം പോലെ അല്ലേ? ഇനി പിന്നെ എന്തൊക്കെയാ ആവണെന്ന് നോക്കാം നമുക്ക്. എന്തൊക്കെ ജിമ്മന്ന് ഇപ്പൊതൊക്കെയാണ് ജിമ്മന്ന് എന്തൊക്കെ മേലേക്ക് മേലെ കേറിപ്പോക്കെ നോക്കുക. ബാക്കി കാണാം. ഇപ്പൊ വരട്ടാ. അരച്ചിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരട്ടാ. യുദ്ധങ്ങൾ കണ്ടില്ലേ മഹായുദ്ധം, ലോക മഹായുദ്ധം കണ്ടില്ലേ? ഇതൊക്കെ ഉണ്ടാക്കി വെച്ച ഈ ഗ്യാസ് ഇതാ 2 ടൂറ് പോയി വന്ന് ഇവിടുത്തെ ടൂറ് ഇപ്പൊ കഴിഞ്ഞ് എന്നിട്ടും ഗ്യാസ് ബാക്കി ഫുൾ അലമ്പാണ് കേട്ടാ. നിങ്ങള് പറയാനുള്ളോലൊക്കെ പറഞ്ഞോളി. ഇതാ ഈ ഉള്ള സ്ഥലത്ത് ഉള്ളോട് ഓണം പോലെ ചിരക്കെ എടുത്ത ചളി ചിരവൊക്കെ എടുത്ത ചൂടിയറിയ ഇനിയില്ലേ ഇത് ഉപ്പേരി ഇനി പപ്പടം തലക്ക് നനച്ചരാ. ഇതാ സാമ്പാർ, അവിയല്, പുളിഞ്ചി, പച്ചടി കിച്ചടി ഏതോന്നാ, പിന്നെ ഉപ്പേരി, അച്ചാർ. അപ്പൊ ഇതോ അടിപൊളി പായസാണ്. പായസം 1.5 മുതലാണ്. ഇതൊക്കെ നമ്മള് വിളമ്പുക. വരും വിളമ്പല് നിങ്ങള്, ഞാൻ വിളമ്പൂല. കൊടുന്ന കാലത്ത് അതിൻ്റെലൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ബാവാ. നമ്മളമ്മ ഉണ്ട് ഇവിടെ. ഇതെന്താണ്? ഉമ്മാക്കുള്ള കൂട്ടാനാണ് ഇതിട്ടാ. ഉമ്മാക്ക് ഓൺകസ്രാവ്. ഈ കണ്ട സാധനം ഒന്നും ഉമ്മാക്ക് വേണ്ടട്ടാ. ഉമ്മാക്ക് ഇതാ കൂട്ടാന് ഓൺകസ്രാവ്. നോക്കട്ടെ. അപ്പൊ ഐറ്റംസ് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കൊടുന്ന് വെച്ചാട്ടാ. അപ്പൊ ചോറ്, പപ്പടം, സാമ്പാറ്, അവിയല്, മാള് ബാക്കി പേര് പറഞ്ഞറിയില്ല. പച്ചടി, തേങ്ങ ഇതിന്റെ പേരെന്താ? എരിശ്ശേരി, പുളിഞ്ചി, അച്ചാറ്, ഉപ്പേരി, പിന്നെ ചിക്കൻ ഫ്രൈ. ഓണത്തിന് മാമുക്കായ പറഞ്ഞ പോലെ സ്പെഷ്യൽ നല്ലൊരു തിരുവോണമൊക്കെ അല്ലേ? എന്നൊരു ചിക്കൻ ബിരിയാണി ഇല്ലെന്ന് വെച്ചില്ലേ? അപ്പൊ ഞങ്ങൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി. പിന്നെ അടിപൊളി പായസം. എന്ത് പായസാ? അപ്പൊ വിളമ്പാൻ പോണേ. ഒരു അരൂപ്പിടി ചോറ് അങ്ങനെ ഉണ്ടല്ലേ? ശരിക്കും ആദ്യം കൂട്ടാനാണല്ലോ ഇടല്. അങ്ങനെ നമ്മൾ തീരാക്കാം. നമ്മള് സാധാരണ വിളമ്പ് ചോറാണല്ലോ. നമ്മക്കിപ്പോ അതൊന്നും ശീലമില്ലല്ലേ? പപ്പടല്ല, ആദ്യം ഉപ്പേരികളൊക്കെ മുത്തുകുട്ടിമോ പാടാ. നിങ്ങള് ഇതൊക്കെ ഇപ്പാക്ക് എടുത്തു കൊടുത്തൂടോ നിങ്ങക്ക്? പയറുപ്പേരി ഇത് വിളമ്പിക്കടാ. ചോറാണ്. ഉമ്മാക്ക് ഇഷ്ടമുള്ള മായി തന്നെ എടുക്കണ്ടതാ. ഉമ്മാക്ക് ഇഷ്ടമുള്ളത് ഇതാ നോക്കട്ടെ. എളുപ്പം ഉമ്മാന്റെ കൈയാണ്ടാ പോയത് കണ്ടില്ലേ? ഉമ്മാക്ക് പുളിഞ്ചി ഭയങ്കര ഇഷ്ടമാണ്. അവിയലെന്ന് വെച്ചാല് 1.5 പറയാതിരിക്കാൻ കഴിയൂല. കാരണം അത് ഞങ്ങൾക്ക് ടേസ്റ്റ് നോക്കിയതാണ്. ടേസ്റ്റ് നോക്കിട്ടാണ് അങ്ങോട്ട് കൊടുക്കുന്നത്. കഴിക്കാതെ പറയില്ലട്ടാ. ഇമ്മാക്ക് ഉമ്മാക്ക് ഇട്ട് കൊടുക്കട്ടാ. ഒന്നുമില്ല. കുറച്ച് ചോദിച്ചാൽ മതി. ഒരു അരുവി ലേശം കഴിച്ചാൽ മതി. ഇതിലേക്ക് തീരെ ആക്കണ്ട. ശരിയോ?
ആദർശേരിയല്ല, അതെന്താണ്? ആദർശി പച്ചടി. ആദർശേരിന്ന്. അത് ശരി. ഇതോ ഇത് മകനാ അതെന്താ മത്തനാ? മത്തനും പയറുമാണ്. ഒരു ലേശം തോന്നണ്ട, കുറച്ച് നന്നെങ്കിൽ അതിലൊന്നുമില്ല, തൈര് അങ്ങനത്തെ ഒന്നുമില്ല, ഒന്നുമില്ല. വെറും തേങ്ങ അതും മാത്രം ഉള്ളൂ. സൂപ്പർ സാധനം. അപ്പൊ കൊറേ കാലങ്ങളായിക്കണേ ഞങ്ങൾ ഉമ്മയും ഞങ്ങൾ മക്കളെല്ലാരും ഒന്നിച്ചുണ്ടായിങ്ങാണ്ട് തിരുവോണം ആഘോഷിച്ചിട്ട്. ഉമ്മാരെ ചെറുപ്പത്തിലെ കുറെ തിരുവോണത്തിന്റെ കഥകളൊക്കെ അമ്മ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ഐറ്റംസ് ഉണ്ട് അവിടെ? ഇഞ്ഞോടെന്താ? പപ്പടം, ഇനി പപ്പടം, അച്ചാറ്, അല്ലാതെ പായസല്ലേ? പുളിഞ്ചിട്ടില്ല. പുളിഞ്ചി പുളിഞ്ചി ആ പുളിഞ്ചി ഇതാ ഇല്ല, ഉമ്മ മാത്രം. ഇതല്ലാത്ത പിന്നെ ഇമ്മ എടുത്തേക്കണേ. പിന്നെ കുട്ടിമോനെ ഇതിനൊക്കെ വിളിക്കുക, അയക്കും ഞാൻ നീച്ചില്ല. അതാ കറി കറി അടുത്തതായിട്ട് വേണ്ടത് ഇത് കറിയില്ല. ആ പായസം സാമ്പാർ, സാമ്പാർ സാമ്പാർ. സാമ്പാർ അവിടെ ഇരുന്നോട്ടെ. ഇനിയിപ്പോ എന്താ അവിടെ നിൽക്കാള് പപ്പടം എടുത്ത് പപ്പടം പപ്പടം വെച്ചോളി. ഇനി പായസം കൊടുത്തക്കാരുള്ളൂ. ഒരു ലാസ്റ്റേക്കാ അങ്ങനെ കൊടുത്തോളി. ഉമ്മക്ക് വേണ്ട. മക്കണെങ്കിൽ വെക്കാം. ഉമ്മ ഒരു രസത്തിന് വേണേ വെക്കാം. ഇനി എന്താ കഴിഞ്ഞില്ല. അപ്പൊ ഇനി പായസന്റെ ലാസ്റ്റ് നമുക്ക് വെക്കാം. പൊന്നെ കുപ്പായിട്ട് കാണാം. പിന്നെ അച്ചാറിതാ. ഇതെന്താ? അത് ഉമ്മാനെ വിട്ടാനാണേ. പിന്നുള്ള ഐറ്റംസ് എന്ന് വെച്ചാല് ഉണ്ടല്ലോ. ആ പറയും. ചിക്കൻ ഫ്രൈ ആണ്. ചിക്കൻ ഫ്രൈ അത് ഞാൻ ജസ്റ്റ് വിളമ്പുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോ അടിയാവും. എല്ലാവർക്കും ഒന്നും വേണമെന്നില്ല. എനിക്ക് ചിക്കൻ ഫ്രൈ എനിക്കണ്ട. ഇമ്മ കിട്ടൂല. കാരണം ഉമ്മക്ക് മണേ ഓൺകമ്മിയുണ്ട്. ഓക്കെ ഓണായതുകൊണ്ട് ഇനി ഞാൻ ഇതിന്റെ ഒരു കുറവ് വേണ്ട. ഞാൻ എല്ലാരെയും കൊണ്ടിട്ടാളി. പോരാ. ആ ഓക്കെ അപ്പൊ റെഡി. ബാക്കിയൊക്കെ നിങ്ങള് ഇവിടെ ഉണ്ട് ബാക്കി സാധനങ്ങളൊക്കെ. അപ്പൊ എല്ലാവർക്കും കുറച്ച് വൈകി, ഞങ്ങൾ ഒരു ദിവസം വൈകിട്ടാണ് എങ്കിലും കൂടിയിട്ട് എല്ലാവർക്കും എല്ലാ മലയാളികൾക്കും ഓണാഘോഷം, ഓണാശംസകൾ. വൈകിയുള്ള ഓണാഘോഷം. സോറി, ഓണാശംസകൾ. ആ ഇന്നലെ തിരുവോണം. അപ്പൊ ഇന്നാണ് ഭക്ഷണം കഴിക്കണല്ലേ? ഇല്ലമ്മ, എല്ലാവർക്കും ഓണാശംസകൾ. പണ്ടത്തെ കുറെ കഥ പറഞ്ഞിട്ടില്ല, അവിടുന്ന് കുടുന്നീന്നൊക്കെ അല്ലേ. അപ്പൊ ഞങ്ങൾ കഴിക്കാൻ പോവാണേ. ഇരിക്കേ, ഇനി എല്ലാം ഇരിക്കല്ല. എന്നാ നമ്മള് വലിയ വലിയ നമ്മള് കുട്ടിമോനെ എടാ അവിടെ വെച്ചാ പണിയാവല്ലോ. വെള്ളമൊക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ചോറ് നമ്മുടെ തൊട്ടടുത്ത് ഉള്ള സ്ഥലത്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ആട്ടാ. ആ കൂടുതൽ ചോറിട്ടാ ഈ സൗകര്യം ഉണ്ടാവില്ല. പിന്നീട് അച്ചിട്ട് ഞാൻ ഇടായിരുന്നേ. അപ്പൊ എല്ലാരും കൂടി കുട്ടിമ പൊതുവെ ഇന്നലെ ഓണസദ്യ കഴിച്ചു വരികയാണ്. അപ്പൊ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അല്ലേ? സാമ്പാറുണ്ട്. എന്താ കറി വെക്കണ്ടേ ആദ്യം? പയറ് വേണ്ട, സാമ്പാർ തീരെ വേണ്ട. കഴിക്കൂല സാമ്പാർ, താല്പര്യം ഇല്ല. പൊന്നിരിക്കാൻ അവിടെ ഇരിക്കാൻ. പൊന്നിന് സാമ്പാറാ സ്പെഷ്യൽ സാമ്പാറാണെന്ന്. പാടച്ചോനെ സ്കൂളത്തെ ആ സാമ്പാറല്ലത്. ഉമ്മ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ സ്പെഷ്യൽ മസാല. സാമ്പിൾ നോക്കിയിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ ആ ഓക്കെ. ബാക്കി മറ്റുള്ള ഐറ്റംസ് ഒക്കെ കൂട്ടി കഴിച്ചോ. ഇവിടെ ഇവിടെ ഞാൻ ഇവിടെയാണ്. അത് ഞാൻ ഇരുന്നോളാം. അപ്പൊ പുളിശ്ശേരി, എരിശ്ശേരി, പിന്നെന്താ പറയാ, പച്ചടി, കിച്ചടി, അവിയല്, എല്ലാ ഐറ്റംസ് ഉണ്ട്. അപ്പൊ എല്ലാം കൂടി കൂട്ടിയിട്ട് എങ്ങനെയുണ്ട് ഞാൻ കുറിച്ച് നോക്കട്ടെ. ബാക്കി വിഷയങ്ങൾ ഇത്രയും ഭംഗിയായിട്ട് നമ്മളെ വീട്ടിൽ നമ്മള് സദ്യ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയാം. പറ്റിയാ കൂട്ടാന് രസണ്ടാ? ഇങ്ങനെ കൊല്ലരുതിട്ടാ. ഏറ്റവും ടേസ്റ്റ് പറയാൻ കഴിയൂല. അജ്ജാ ടേസ്റ്റ്. എന്താ അഭിപ്രായം? കുഴപ്പമില്ലല്ലോ. ഇന്നലത്തെ സദ്യന്റെ ഒക്കെ ഏകദേശം അവരുണ്ടാകുമ്പോ ഒന്നുകൂടി എന്നാലും കുഴപ്പമില്ലല്ലോ. മോൻ റിവ്യൂ പറയൂ. വള്ളം ഇഷ്ടപ്പെട്ടോ? അടിപൊളി.
പുതിയ ആളൊന്നും ആരാ സാധനം ഇതിക്ക് ചേരാത്ത ഒരാളുണ്ട് എന്നുള്ളതാ ചിക്കൻ. അപ്പൊ ഉണ്ടാക്കിയ ആളോട് ചോദിക്കാലോ, ഉണ്ടാക്കിയ ആളെ നന്നായി എന്ന് പറഞ്ഞത് ശരിയല്ല എന്നൊക്കെ പറയാം. എന്നാലും എങ്ങനെയുണ്ട് ചിക്കൻ ഫ്രൈ? എങ്ങനെയുണ്ട് സദ്യന്റെ കൂടെ? മാച്ചില്ല. എന്നാലും അത് ഒറ്റക്ക് എന്നാ ചോറ് കഴിഞ്ഞിട്ട്. ഓക്കെ ഉമ്മനെ മുടിയുന്നു. ഇമ്മാരൊക്കെ ഉണ്ടാവും അല്ലേ അമ്മ? മുത്തുനോട് ചോദിച്ചിട്ട് മുത്തു എങ്ങനെയുണ്ട് സദ്യ? അടിപൊളിയല്ലേ? ഇതിലേക്ക് പായസം കുടിക്കാൻ സ്ഥലമില്ല, ആ അവസ്ഥയിലാണ്. എന്നിട്ട് പായസം ഒഴിവാക്കാനും പറ്റും, അത്രയും ടേസ്റ്റ് ഉണ്ട്. അമ്മ ഇമ്മാക്ക് പാല് ഉപയോഗിച്ച പായസം പറ്റൂല. അപ്പൊ ഇമ്മാക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് പായസം വെച്ചിരുന്നത് കേട്ടാ. അതെ, അത് ഉമ്മാക്ക് പാല് വന്നാ പറ്റൂല, അപ്പൊ പിന്നെ തേങ്ങാപ്പാലാണ് അല്ലേ? പറ്റും. പായസം ഉണ്ട്, കുടിച്ചോ. അടിപൊളിയല്ലേ? അപ്പോ ഇപ്പൊ കൂടുതലായിട്ട് പറയാനൊന്നുമില്ല. ഇതേപോലൊക്കെ ഇരുന്നിട്ട് എല്ലാവർക്കും, ഞങ്ങളെ ഉമ്മാക്കടക്കം എല്ലാവർക്കും അടുത്ത ഓണത്തിന് ഇരുന്ന് ഇതേപോലെ സദ്യ കഴിക്കാനും നിബിധനം കൂടാനും ഒക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത് ഒരാളിങ്ങനെ വയന്നിരിക്കണതാ, തോണ ചോറ് നിന്ന് അല്ലേ? പായസം അതിന് മുമ്പ് ജ്യൂസ് കുടിച്ചണം. എല്ലാരും പിന്നെ ജീവിച്ചിരിക്കണ്ടെങ്കിൽ കൂടാ. അൽഹംദുലില്ലാ, ജീവിച്ചിരിക്കാനുള്ള ആയുസിനെ തെറ്റാ. ആമീൻ. ഉമ്മ പായസം എങ്ങനെയുണ്ട്? പറഞ്ഞെടുക്കേ എങ്ങനെയുണ്ട്? പൊളിയാണിന്ന് പായസം. എന്താ പറയാ, ഓ ഇതിറക്കോ. പായസം ഒന്നും പറയല്ല. ഇതുണ്ടെങ്കില് ഒന്നും തെറ്റില്ല. ഒന്നിക്കൊന്നും എന്തായാലും കുറ്റം പറയാനൊന്നും കിട്ടണില്ല. സാമ്പാറിന് വെള്ളം കൂടി വെള്ളം കഴിഞ്ഞ മോന് മധുരൊക്കെ പാകാണല്ലേ അമ്മ? അൽഹംദുലില്ലാ അല്ലേ? അപ്പോൾ ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞ് എന്താ പറയുക, അമ്മ നല്ല ഫുഡ് കഴിച്ചിട്ട് അമ്മക്ക് നല്ല ഇഷ്ടമായിക്കണ്. പിന്നെ എല്ലാവർക്കും ഉമ്മക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായിക്കണം. ഉമ്മ പിന്നെ എന്താ വെച്ചാൽ ഉമ്മ കുഞ്ഞുമോള് നിൽക്കാൻ പോയിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഉമ്മ ഇവിടെയാണ് ഫുഡ് കഴിക്കലും എല്ലാം ഇവിടെ തന്നെയാണ്. ഉമ്മക്ക് കിടക്കണമെങ്കിൽ ഉമ്മാൻ്റെ കട്ടിൽ വേണം, ഉമ്മാൻ്റെ ആ അന്തരീക്ഷത്തിൽ പോയി കിടക്കണം. ഫുള്ള് ഇവിടെ തന്നെയാണ്. ആൾ കിടക്കാനാണ് പോകും. പിന്നെ കുഞ്ഞിപ്പുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഉമ്മ ഫുള്ള് ഇവിടെ ഇപ്പം എന്താണ് ഇപ്പം ഉമ്മാണ്ട് പോയതാണ്. അപ്പോൾ ഏതായാലും വീഡിയോ ഒക്കെ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടില്ല, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. അല്ല അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ എങ്ങനെയുണ്ട്, നിങ്ങളെ വീട്ടിലൊക്കെ ഇങ്ങനെ ഓണപ്പരിപാടി ഉണ്ടാക്കിക്കണം എങ്ങനെയുണ്ട് എന്നുള്ളത് അഭിപ്രായങ്ങൾ അറിയിക്കൊണ്ടി. അപ്പോൾ എല്ലാവർക്കും ബൈ.